ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഡൽഹിയിൽ 2 ദിവസം ഡൽഹിയിൽ തങ്ങും. ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾക്ക് സാധ്യത. അതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട്ടെ കെ മുരളീധരന്റെ വീട്ടിലെത്തി. കെ മുരളീധരൻ ഡൽഹിയിലേക്ക് പോയതിനാൽ കൂടിക്കാഴ്ച നടന്നില്ല. പിന്നാലെ വി ഡി സതീശൻ കോഴിക്കോട് നിന്ന് മടങ്ങി. ദീപക് ധർമ്മടം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, വി ഡി സതീശന് കെ മുരളീധരനെ കാണാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഡൽഹിയിലേക്കുള്ള മുരളീധരന്റെ യാത്രയുടെ പിന്നിൽ എന്തൊക്കെയാണ്? വേണു, ഇന്നലെ രാത്രിയാണ് കെ മുരളീധരൻ ഡൽഹിക്ക് പോയത്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ വലിയ തോൽവിക്ക് ശേഷമുള്ള ആദ്യത്തെ ഡൽഹി യാത്ര. ഡൽഹിയിൽ ചില നിർണായക കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമായ സൂചന. പക്ഷേ മുരളീധരൻ ഈ കാര്യത്തിൽ ഇന്നലെയും ഞാൻ മുരളീധരനുമായി സംസാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് അദ്ദേഹം സോണിയാഗാന്ധിയെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് മാറ്റിയത് ഒരുപക്ഷെ അദ്ദേഹം തോറ്റെങ്കിലും അത് കേരളത്തിലാകെ UDF-ന്റെ വിജയത്തിന് വലിയ രീതിയിൽ സഹായകമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരു ബലിയാടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം തൃശ്ശൂരിൽ പോവുകയും തൃശ്ശൂരിലെ സംഘടനാ സംവിധാനം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചില്ല. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ പരാതികളുണ്ട്. ആ പരാതികൾ അദ്ദേഹം അറിയിച്ചതുമാണ്. മാത്രവുമല്ല, അദ്ദേഹം നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞത് ഇതിലൊരു കമ്മീഷനെ വെച്ചിട്ട് കാര്യമില്ല. കാരണം ആരാണ് തോൽവിക്ക് പുറകിൽ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല, അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. കൃത്യമായും അവിടുത്തെ പ്രതാപനെ പോലുള്ള അവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ടു. മാത്രവുമല്ല, അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് മാറ്റിയതിന് പുറകിൽ KC വേണുഗോപാൽ, വി ഡി സതീശൻ ചർച്ചകളായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡിനോട് അദ്ദേഹത്തിന് എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ളത് നിർണായകമാണ്. ഇന്ന് വി ഡി സതീശൻ കെ മുരളീധരന്റെ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ജ്യോതിയുടെ സഹോദരനുമായി അദ്ദേഹം സംസാരിച്ചു മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കെ മുരളീധരനോട് കൈമാറേണ്ട സന്ദേശം ഈ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനോട് സംസാരിച്ച് വി ഡി സതീശൻ മടങ്ങുന്ന സാഹചര്യം ആണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഡൽഹി യാത്ര വളരെ ക്രൂഷ്യലാണ്, വളരെ നിർണായകമാണ് എന്ന് തീർച്ചയാണ് വേണു. ശരി, അഭിജിത്ത് മുഴക്കുന്നും കോഴിക്കോടും ചേരുന്നുണ്ട്. അഭിജിത്ത്, എപ്പോഴാണ് വി ഡി സതീശൻ മുരളിയുടെ വീട്ടിലെത്തിയത്? അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായോ? എന്താണ് വിവരങ്ങൾ? നേതാവ് വി ഡി സതീശൻ കെ മുരളീധരന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത്. പക്ഷേ ആ സമയത്ത് കെ മുരളീധരൻ വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. അതിനാൽ തന്നെ ഒരു കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തില്ല. ഇതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്നതടക്കം വി ഡി സതീശനോട് ആരാഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു മറുപടി നൽകിയില്ല. അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാതെ വാഹനത്തിൽ കയറി മലപ്പുറത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ഇന്ന് മലപ്പുറത്ത് പ്രതിപക്ഷ നേതാവിന് ചില പൊതുപരിപാടികളുണ്ട്. ആ പൊതുപരിപാടികൾക്കായി അദ്ദേഹം യാത്ര തിരിക്കുകയായിരുന്നു. ഏതായാലും എന്താണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്നുള്ള കാര്യം വി ഡി സതീശൻ ഒരു പ്രതികരണമായി നൽകിയിട്ടില്ല. പക്ഷേ നേരത്തെ തന്നെ കെ മുരളീധരന്റെ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് KPCC ഒരു അനുരഞ്ജന ശ്രമം നടത്തിയിരുന്നു. വീട്ടിലെത്തി കെ സുധാകരൻ അടക്കം കെ മുരളീധരനെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം അദ്ദേഹം പല കാര്യങ്ങളിലും തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കെ മുരളീധരൻ പ്രധാനമായും പറഞ്ഞത് നിലവിൽ താൻ പൊതുരംഗത്തേക്ക് തിരികെ വരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് ഒന്നുകൂടി ശക്തിയാർജിക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് താൻ ആലോചിക്കാം എന്നതടക്കമുള്ള മറുപടിയായിരുന്നു അദ്ദേഹം ഈ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ 24-ന് അനുവദിച്ച ഇന്റർവ്യൂവിലടക്കം അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ചില വിഷയങ്ങൾ ഈ KPCCക്ക് മുന്നിലേക്ക് കെ മുരളീധരൻ വച്ചിരുന്നു. ചില അതൃപ്തി ഇപ്പോഴും കെ മുരളീധരനുണ്ട് എന്നുള്ള കാര്യം വ്യക്തവുമായിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അനുരഞ്ജന ശ്രമം എന്നുള്ള ഒരു നിലയിലായിരിക്കാം വി ഡി സതീശൻ എത്തിയത്. പക്ഷേ കെ മുരളീധരനുമായുള്ള കൂടിക്കാഴ്ച നിലവിൽ നടന്നിട്ടില്ല. അദ്ദേഹം ഏതായാലും ഈ കോഴിക്കോട് നിന്ന് പ്രതിപക്ഷ നേതാവ് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണു. ശരി, അഭിജിത്ത് മുഴക്കുന്നും ദീപക് ധർമ്മടവുമാണ് വിവരങ്ങൾ നൽകിയത്.